ആദിവാസി യുവതി കൊല്ലപ്പെട്ട സംഭവം പ്രതി രംഗസ്വാമി കുറ്റക്കാരനെന്ന് കോടതി. മണ്ണാർക്കാട് SC/ST കോടതിയുടേതാണ് കണ്ടെത്തൽ. ആദിവാസി യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് രംഗസ്വാമിക്ക് മണ്ണാർക്കാട് കോടതി ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചു. 2014 ഒക്ടോബർ 10 രാത്രിയോടെ അട്ടപ്പാടി ഷോളയൂർ തേക്കുമുക്കിയൂരിൽ തൊഴിലുറപ്പ് തൊഴിലാളിയായ 40-കാരി വള്ളിയെ കൂടെ താമസിച്ചു വന്നിരുന്ന രംഗസ്വാമി എന്നയാൾ കുടുംബവഴക്കിന്റെ പകയിൽ മദ്യപിച്ചെത്തി കരിങ്കൽ പണിക്കുപയോഗിക്കുന്ന ചുറ്റികയും മരവടിയും ഉപയോഗിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയതായാണ് കണ്ടെത്തൽ. വള്ളിയുടെ ശരീരത്തിൽ 45 മുറിവുകൾ കണ്ടെത്തി. സംഭവസ്ഥലത്തു നിന്നും കണ്ടെത്തിയ ചുറ്റികയിലെ മുടിയും വള്ളിയുടെ മുടിയും ഒന്നാണെന്നും രംഗസ്വാമിയുടെ മുണ്ടിലും ഷർട്ടിലുമുണ്ടായിരുന്ന രക്തക്കറ വള്ളിയുടെ ബ്ലഡ് ഗ്രൂപ്പാണെന്നും ഫോറൻസിക് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയതും രാത്രിയാകുന്നതിനു മുൻപ് തന്നെ രക്ഷിക്കൂ എന്ന വള്ളിയുടെ കരച്ചിൽ കേട്ടതായി വള്ളിയുടെ അയൽവാസി സ്ത്രീ സാക്ഷിമൊഴി നൽകിയതും കേസിന് നിർണായക തെളിവുകളായി. പിന്നെ തല്ലിക്കൊന്നെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ്. അപ്പോൾ രാത്രിയാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ സംഭവം നടന്നപ്പോൾ രാവിലെയാണ് എനിക്ക് എത്താൻ പറ്റുന്നത്. എന്താണെന്ന് വെച്ചാൽ രാത്രിയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് എനിക്ക് എത്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ ചെന്ന് നോക്കുമ്പോഴാണ് ചേച്ചി മരിച്ചു കിടക്കുന്നത്. രക്തത്തിൽ കുളിച്ചിട്ടാണ് ഇങ്ങനെ കിടന്നത്. എല്ലാ മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഭർത്താവായിരുന്നു. ആദ്യത്തെ ഭർത്താവ് 2 കുട്ടികൾ, അവർ വേറെ താമസിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഭർത്താവ് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പോയതാണ്. ഇവർ അവിടെ നിന്ന് വേറെ മാറിയാണ് താമസിച്ചിരുന്നത്. തേക്കുമുക്കിയൂരിലാണ് അവർ താമസിച്ചത്. സർക്കാർ ഒരു വീട് കൊടുത്തു. ആ വീട്ടിലാണ് ഇവരുടെ താമസം. ആ വീട്ടിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. UTV ന്യൂസ് അട്ടപ്പാടി.